ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു കണ്ടൻറ്റുള്ള വീഡിയോ തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നൊരു സപ്പോർട്ടായി ഇത് കരുതുന്നു. പിന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജ് ടെക്സ്റ്റർ മീഡിയ അതും ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ഇവിടേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് കാണിച്ചു തരുന്നത്. അതൊരു കിട്ടില്ല ആപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ അലോ കൊടുത്ത് കയറുക. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് കിട്ടും. സ്റ്റാർട്ട് എനിക്ക് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കുക അതിൻ്റെ. അപ്പോൾ ആപ്ലിക്കേഷനിൽ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അവിടെ താഴത്ത് കണ്ടോ, ഒന്ന് അലോ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് കിട്ടും. ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്താം. ഇത് ഫസ്റ്റത്താണ് റീസെൻറ്റ് ഡിലീറ്റ് മെസ്സേജ് ഡിലീറ്റ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അലോ ചെയ്ത് ഒക്കെ കൊടുക്കുക. എന്നിട്ട് പെർമിഷൻ ഇതാക്കുക. അപ്പോൾ ഇപ്പോൾ ഇതിൽ ആരും ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. നമ്മളെ വാട്സപ്പ് മെസ്സേജിൽ ആരും ഡിലീറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇതാണ് സ്റ്റാറ്റസ് സേവർ നമുക്ക് വാട്സപ്പിൽ റീസെൻ്റായിട്ട് വന്നത് ഒന്നുമില്ല. നമുക്ക് അടുപ്പിച്ച് ഇപ്പോൾ അടുത്ത് ഇതിലൊന്നും വന്നിട്ടില്ല. പിന്നെ കുറച്ചത്തെ മുന്നത്താണെങ്കിൽ നമുക്ക് കുറേ ഇതുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് സേവ് ആക്കാവുന്നതാണ്. ഞാൻ സേവ് ആക്കുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ്. പിന്നത്തതാണ് ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്, നല്ലൊരു ഫീച്ചറാണ് വാട്സപ്പ് ക്ലീനർ. നമ്മളെ വാട്സപ്പിൽ വൈറസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കുന്നത്. അന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വാട്സപ്പ് ക്ലീൻ ആവുന്നതാണ്. അത് ഇവിടെ കണ്ടോ, ഓരോ പെർസെൻറ്റേജ് ആയിട്ട് ഇങ്ങനെ കൂടും. പിന്നെ ഉള്ളത് നമുക്ക് നല്ലൊരു ഉപകാരപ്പെട്ട ഫീച്ചേഴ്സാണ്. ഇത് ഈ ആഡൊന്ന് നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും, ഇൻറ്റു അടിക്കാൻ. പിന്നെ നമുക്ക് ഇൻറ്റു അടിക്കാം ടൈം കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന് ഉള്ള ഫീച്ചറാണ്, നമുക്ക് അക്സസിബിലിറ്റിയിൽ പോയിട്ട് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴത്തായിട്ട് നമ്മളെ ഉണ്ടാവും Wabox എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ Wabox എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാക്കാം. അപ്പോൾ ഓക്കെ കൊടുത്ത് കളിക്കുക. ബേക്ക് ആൻഡ് ചാറ്റ് ഇതൊരു മാരക ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. മാരക ഫീച്ചറാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഇപ്പോൾ നടക്കുമ്പോഴൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. നമ്മളെ വാട്സപ്പ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് നടക്കാം ചെയ്യുന്നതാണ്. ഒരു കിട്ടില്ല ഒരു ഫീച്ചർ തന്നെയാണ് ഇതിലുള്ളത്. കൂൾ ചാറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് കുറേ ഫേക്ക് ടെസ്റ്റ് റിപ്പീറ്റഡൊക്കെ ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റിൽ കഴിഞ്ഞാൽ കുറേ ഹലോ എന്ന് പറഞ്ഞിട്ട് പല രൂപത്തിൽ 100 ആക്കാൻ പറ്റും. അപ്പോൾ അതാണ്, അതിനവിടെ കാണിക്കണില്ല. അവിടെ ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ്, അത് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഹലോ എന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റിൽ കാണിക്കാൻ കുറേ പ്രാവശ്യം വരും. പിന്നത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കതിൽ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ഇമോജി ഉണ്ട്, ടെക്സ്റ്റ് ടു ഇമോജി. ഓക്കെ, വാട്സപ്പ് ഗാലറി ഉണ്ട്, അതും നല്ലൊരു സാധാ ഗാലറി തന്നെ. പിന്നെ ടെക്സ്റ്റ് ടു ഇമോജി ഉണ്ട്. ഇമോജി രൂപത്തിൽ നമ്മുടെ ടെക്സ്റ്റ് വരുന്നതാണ്. ഇപ്പോൾ പല രൂപത്തിലും, ഇപ്പോൾ വൈ രൂപത്തിലൊക്കെ ഹലോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ വൈ രൂപത്തിൽ ഹലോ എന്ന് പറഞ്ഞാണ്ട് ഇമോജി ആയിട്ട് വരും. അപ്പം അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ Wabox ഭയങ്കര ടോപ്പ് ആപ്ലിക്കേഷൻ തന്നെയാണ്. നല്ലൊരു
ആപ്ലിക്കേഷൻ, എല്ലാ ഫീച്ചേഴ്സും കൂടി ഒരൊറ്റ ആപ്ലിക്കേഷൻ. അത് തന്നെ നമുക്കൊരു ഗുണപരമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റേ ഓരോന്നിനും ഓരോ ആപ്ലിക്കേഷൻ കയറ്റുമ്പോൾ നമ്മളെ ഫോൺ സ്റ്റോറേജ് വളരെ നഷ്ടപ്പെടുകയാണ്. അതിനൊക്കെ പറ്റിയൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. പിന്നെ ഫേക്ക് ചാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഉപയോഗിക്കണമെന്ന് പറയണില്ല. ഫേക്ക് ചാറ്റും ഫേക്ക് കോളും അതൊക്കെ ഒരു നല്ല രീതിക്ക് ഉപയോഗിക്കുക, അതിൽ നല്ല കാര്യങ്ങളുണ്ട്, അതും ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ നല്ലൊരു തന്നെയാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.